എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മാവ് സ്റ്റോക്ക് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് തയ്യാറാക്കി എടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയും എടുക്കാം. 1/2 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങയും. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. എല്ലാം ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. റവ കുതിരാനായി 10 മിനിറ്റോളം വയ്ക്കാം. അതിന് ശേഷം അരച്ചെടുക്കാം. നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഇളം ചൂടുവെള്ളം ഒഴിക്കാം. നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇതും ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഒരു മണിക്കൂർ റെസ്റ്റിനായി വയ്ക്കാം. തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇത് പൊങ്ങിക്കിട്ടാൻ. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഉണ്ടാക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ നമുക്ക് അപ്പസോഡ കൂടി ഇടാം. 1 നുള്ളാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി വയ്ക്കാം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം എടുത്തു. ഏകദേശം ഒരു 1.5 മണിക്കൂറായി. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചൂടായിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. സൈഡുകളൊക്കെ മുരിഞ്ഞ് നല്ല സോഫ്റ്റായി അപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റുമായ റവ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അരിയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ റവ പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്.